വിനയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാ വിഘ്നങ്ങളെയും എടുത്തു മാറ്റി ബോധനം നൽകി നമ്മെ സംരക്ഷിക്കുന്നതായ ഒരു മൂല്യസങ്കല്പം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോധ്യപ്പെടലിൽ ഉള്ള ചില തിരുത്തലുകളാണ് ഇവിടെ നടന്നത്. ആ ബോധ്യപ്പെടൽ എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? പരമമായതിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെറിയ അറിവ് ഒരു വലിയ അറിവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതായ വിഘ്നങ്ങളൊന്നും വിഘ്നങ്ങളല്ല എന്ന് ഉള്ളതായ ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് വാസ്തവത്തിൽ വിനായകൻ എന്ന് പറയുന്നതായ ഒരു ദേവതാ സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതായ ഒരു താത്വികമായ വീക്ഷണം നമുക്ക് തരുന്നതായ ഒരു അറിവ്. ഇപ്പോൾ നമ്മൾ ഒരു ദേവതയായി കാണുന്നുവെങ്കിൽ ആ ദേവതയോടുള്ള പ്രാർത്ഥനയായിട്ട് വരും. പരമേശ്വരന്റെ മകനാണ് ഗണപതി, ശൈവ കുടുംബമാണ്. ഇപ്പൊ സാധാരണ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദേവതകളോട് പ്രാർത്ഥിക്കുന്നു. അർത്ഥന ഒരു മൊലിവത്തായിട്ടുള്ള ശരണിയിൽ വരുമ്പോൾ അത് പ്രാർത്ഥനയായി. വ്യക്തികളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അർത്ഥനയല്ല, സമസ്തതയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അർത്ഥനയാണ്. സമസ്തതയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരു അർത്ഥന മുന്നിൽ കണ്ടുകൊണ്ടല്ല സാധാരണ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് നന്മ വരണമേ, എന്റെ മക്കൾക്ക് നന്മ വരണമേ, എനിക്ക് സുഖം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് തികച്ചും ഒരു വിശ്വാസത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ഭക്തൻ എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവനെന്താ വിചാരിക്കുക? ഇത് വിഘ്നേശ്വരൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വിഘ്നേശ്വരനിൽ നിന്നുള്ളതായ അനുഗ്രഹം ഉണ്ടാവും, അങ്ങനെയുള്ള അനുഗ്രഹത്താൽ ഞാൻ ജീവിക്കുന്നു. ആ അനുഗ്രഹത്തിന് വേണ്ടി സദാസമയവും അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിന് സുഖമാകും. എപ്പോഴും ആകുലതകൾ നിറഞ്ഞതായ മനസ്സാണ് എപ്പോഴും. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ, സുഖം തരുന്ന ഓർമ്മകളെക്കാൾ കൂടുതൽ, സന്തോഷം തരുന്ന ഓർമ്മകളെക്കാൾ കൂടുതൽ നമുക്ക് ദുഃഖം തരുന്ന ഓർമ്മകളാണ്. ഭാര്യയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ആകുലതകൾ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ചുള്ളതായ ചിന്തകളും ഭാവിയിൽ വരാൻ പോകുന്നതായ ഏതോ അസ്വസ്ഥതകളുടെ അല്ലെങ്കിൽ ആകുലതകളുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളതായ സങ്കല്പങ്ങൾ, ഭാവനകൾ, ഇതൊക്കെ നമുക്കത്ര സുഖം തരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഗുരുക്കന്മാർ പറയുന്നു, നിങ്ങൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അത് കഴിഞ്ഞു പോയി. വരാൻ പോകുന്നതിനെ സംബന്ധിച്ചും ആകുലപ്പെടേണ്ടതില്ല. കാരണം എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നത് കൊണ്ടും ഒരു പ്രയോജനമില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. എങ്കിലും പഴയ കഥകൾ പറഞ്ഞ് നമ്മൾ ദുഃഖിക്കുന്നു. ചില നല്ല ഓർമ്മകൾ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ അതെല്ലാം ഈ ദുഃഖക്കയത്തിൽപ്പെട്ടിട്ട് അതെല്ലാം നമ്മളെ വിസ്മരിക്കുന്നു. എന്നിട്ട് ദുഃഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇത് കഷ്ടമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിന് കാരണം? സുഖം തരുന്ന ഓർമ്മകളെക്കാൾ കൂടുതൽ ദുഃഖം തരുന്ന ഓർമ്മകൾ
നമ്മുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെപ്പോഴും മുന്തി നിൽക്കും. അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ എന്ത് പറയുന്നു? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആകുലതകളെ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി നാം ജീവിക്കണം. ഭാവിയിൽ നിന്നും ഇപ്പോൾ ഈ നിത്യവർത്തമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായ ഓരോ നിമിഷങ്ങളെയും പൂർണ്ണതയുള്ളതാക്കി തീർത്ത് വേണം അതിനെ ബോധത്തിലേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ എന്താണുള്ളത് എന്ന് തിരിച്ചറിയണം. കാരണം മനുഷ്യ ജന്മം നമുക്ക് കിട്ടി, അത് വെറുതെ കളയാൻ പാടുള്ളതല്ല എന്ന് അടിവരയിട്ട് പറയാം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം വെച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ആശ്രമത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. ഈ സുഖം അധികം നേരം നീണ്ടു നിൽക്കുന്നില്ല, കുറച്ച് സമയമേ നിൽക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തെ ആകെ പ്രസ്തുതമായ ഒരു മൂല്യ സരണിയിലേക്ക് എടുത്തു വയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നീട് നമ്മുടെ ചിന്തകളുമായി പോകുന്നു. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ജ്ഞാന സരണിയുണ്ട്, അതിന്റെ ഒരു ഒഴുക്കുണ്ട്, ഒരു എറ്റേണൽ ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തു വെക്കുമ്പോഴേ അതിന് ഒരു ജ്ഞാനത്തിന്റെ സൗരഭ്യം ഉണ്ടാകുന്നു. കുറച്ച് നേരത്തേക്കുള്ളതല്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം പുരാതന റഷ്യമാർ സത്യാന്വേഷികളായിട്ട് വരുന്നവരെ അവരുടെ കൂടെ തന്നെ പാർപ്പിച്ചത്. പൂർണ്ണപ്രജ്ഞനായിരിക്കുന്ന ഒരു ഗുരുവിന്റെ കൂടെ ജീവിക്കുമ്പോൾ നാം അറിയാതെ നമുക്ക് മാറ്റങ്ങളുണ്ടാവും. ഉണ്ടാവില്ലേ? അത്തരത്തിലുള്ളതായ ഒരു ജീവിതഗന്ധിയായിട്ടുള്ളതായ ഒരു സന്ദർഭം നമുക്ക് വേണ്ടതാണ്. ബോധമാനമായിട്ടുള്ളതായ സമ്പർക്കം, അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ളത് എന്തോ അതായിരിക്കും. അല്ലാത്ത ഒരാൾ ആധ്യാത്മികമായിട്ടുള്ള സരണിയിലേക്ക് വരികയില്ലല്ലോ. ആധ്യാത്മികമായിട്ടുള്ള സരണിയിലേക്ക് വരുന്നത് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ്. മിക്കവാറും നിരാശകളുണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അങ്ങനെ ചില ആളുകൾ ശാന്തി തേടി അലയുന്നതിന്റെ ഭാഗമായി നമ്മൾ ഗുരുസവിധത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ ചിലർ അങ്ങനെയല്ല. അവർ ജിജ്ഞാസുക്കളാണ്. വെറും ശാന്തി തേടി മാത്രം അവർ വരുന്നതല്ല. ഇഹലോകത്തുള്ള ജീവിതം അതിനെന്ത് അർത്ഥമാണുള്ളത് എന്ന് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അതിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാരുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവനും അശാന്തനാണ്. പക്ഷേ
ജീവിതത്തിൽ ലൗകികമായ വിഷയങ്ങളെ കൊണ്ട്, പ്രശ്നങ്ങളെ കൊണ്ട് നിരാശ അനുഭവപ്പെടുന്ന ആളുകളുടെ തലത്തിൽ അങ്ങനെയുള്ളവരെ പെടുത്താനും കഴിയില്ല. അവന്റെ അശാന്തി എന്ന് പറയുന്നത് ഒരു ദാർശനിക വ്യഥയിൽ നിന്നുണ്ടായിരുന്നു. ഈ ഇഹലോക ജീവിതം, ഇന്ന് നാം ജീവിക്കുന്നതായ ഈ ലോക ജീവിതം അടിസ്ഥാനപരമായിട്ട് അതിന് വലിയ അർത്ഥവും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ, ഈ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതെന്താണ് എന്ന് അറിയുവാനുള്ള ഉത്കടമായിട്ടുള്ള അഭിനിവേശത്തോടുകൂടി ആരാണ് വരുന്നത്? അവനാണ് സത്യജിജ്ഞാസു. സത്യം അറിയുന്നതുവരെ അവനും അശാന്തനാണ്. പക്ഷേ എന്നാലും അറിവുകൊണ്ട് മഹാമീരുമായിരിക്കുന്നതായ ഒരു ഗുരുവിന്റെ അടുത്ത് വരുമ്പോൾ ഒരു ശാന്തി ഉണ്ടാവും. ആ ശാന്തി നമ്മൾ സത്യം അറിഞ്ഞതുകൊണ്ടുണ്ടായ ശാന്തിയല്ല, ഞാൻ എത്തേണ്ടിടത്ത് എത്തി എന്നുള്ള ഒരു തൃപ്തി, ഒരു ആശ്രയത്വം. ആ ആശ്രയത്വം ആരോടാണ്? വെറും ലോക വിഷയങ്ങളോടല്ല, അല്ലെങ്കിൽ ലൗകികരോടല്ല, മറിച്ച് ഒരു ഗുരുവിനോടാണ്. അവന്റെ ജീവിതം പൂർണ്ണമായിട്ടും അവിടെ സമർപ്പിക്കുന്നു. തന്റെ എല്ലാ കാര്യങ്ങളും താൻ ഗുരുവിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു ദൃഢനിശ്ചയം. പിന്നീട് അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചുള്ളതായ ജീവിതമാണ്. അവന്റെ ഇച്ഛയല്ല. ഞാൻ എന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അത് പരാജയപ്പെട്ടല്ലോ. എന്നാൽ ഒരു ഗുരുവിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് പരാജയപ്പെടുന്നില്ല. അത് ശ്രേയസ്കരമായ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അവിടെ ജയപരാജയങ്ങളില്ല. അവിടെ നിന്നുള്ള ജീവിതം എന്ന് പറയുന്നത് എല്ലാ ജയങ്ങളുടെയും എല്ലാ പരാജയങ്ങളുടെയും അപ്പുറത്തുള്ളതാണ്. അവിടെ പിന്നെ എന്താണ് അതിനെ സാക്ഷാത്കരിക്കേണ്ടതായിട്ടുള്ളത്? സാക്ഷാത്കരിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനെയാണ് നിശ്രയസ് എന്ന് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ആ നേട്ടം എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദുഃഖമുണ്ടാവും. നേടാനൊന്നുമില്ല എന്ന് തിരിച്ചറിയപ്പെടും. അവൻ മുക്തനാണ്. ഗുരു അവന്റെ ഹൃദയത്തിലേക്ക് ചോദിയിട്ട് പറയുന്നത് നീ തന്നെയാണ് സത്യം, നീ തന്നെയാണ് ഞാൻ കാണുന്നതെല്ലാം മൂലം സനാതനം, നീ തന്നെയാണ് സത്യം എന്ന് നിന്നിലേക്ക് ചേർന്നിരുന്നാൽ മതി. എപ്പോഴാണ് നീ നിന്നിലേക്ക് ചേർന്നിരിക്കുന്നത്? അതാണ് സാക്ഷാത്കാരം. വാസ്തവത്തിൽ എത്ര എളുപ്പമാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ദുഷ്കരമാണ്, അത് വളരെ ക്ലേശമാണ്, ഇതിനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അല്ലെങ്കിൽ പരമാർത്ഥത്തിൽ ഇത് വളരെ ലളിതമാണ്. ലോകത്ത് ഇത്രയും ലളിതമായിട്ട് ഒന്നും തന്നെയില്ല എന്ന് ഇതിന്റെ സ്ഫുരണം അനുഭവിക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാവും. അതുവരെ തോന്നും ഇത് വലിയ മഹാമേരുവാണ്. നാരായണ ഗുരുവിനോട് പറയണ്ടായി, കടലും തിരയും തമ്മിൽ എന്തെങ്കിലും ഭേദമുണ്ടോ? ഇല്ല, രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒന്ന് തന്നെയാണ്. ഇത്രയുള്ള ഭേദം, ഇത്ര എളുപ്പമായി. അപ്പോൾ പരമമായ സത്യവും
ഞാനും വേറല്ല എന്ന് തിരിച്ചറിയുക. ഇങ്ങനെ തിരിച്ചറിയുന്നവന് ജീവിതത്തിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാം തന്നെ പരമ്പൊരുളിന്റെ ഇച്ഛയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും ഇനി മരിക്കുന്നതും അതിന്റെ ഇച്ഛയാലാണ്. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം അവിടുത്തെ ഇച്ഛയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം സ്വതന്ത്രരായി. ഇതിനാണ് സമാധാനം. ഇതിനെയൊന്ന് തിരിച്ചറിയുക. ഇവിടെ പരമ്പര എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആകവയിലുള്ള നീതിയുടെ ഇച്ഛ എന്ന് പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നാം ഇത് മനനം ചെയ്യുന്നത് വിനായകനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ വിനായകൻ എന്ന് പറയുന്നതായ ആ ദേവതയെ ധ്യാനിച്ചുകൊണ്ടാണ് നാം ഇത് മനനം ചെയ്യുന്നത് എങ്കിൽ തന്നെ അതിലിരിക്കുന്നതായ അദ്വൈത ദർശനം നമ്മുടെ വിഷയമാണ്. വിനായകനിൽ ഇരിക്കുന്നതായ പൊരുൾ ഏതാണോ അത് തന്നെയാണ് തന്നിലും ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. കാരണം നാം എന്തിനെയാണോ ധ്യാനിക്കുന്നത്, ഏതൊരു മൂല്യത്തെയാണോ നാം മനനം ചെയ്യുന്നത്, നാം അതായിത്തീരുന്നു. എന്താണ് നിന്റെ മനസ്സ്, അതിലെ നീ. നമ്മളിങ്ങനെ ആളുകളുടെ ചിന്തയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ അകതാരിൽ എത്രയോ വേദനകൾ, അത് നരകം പോലെയാവും. അപ്പോൾ നീ അവിടെ ജീവിക്കുന്നു, നരകത്തിലാണ് ജീവിക്കുന്നത്. അതിനെ സന്തോഷത്തിന്റെ തലത്തിലേക്ക് ഒന്ന് മാറ്റൊരുക്കപ്പെട്ടാലോ, അപ്പോൾ അത് സ്വർഗീയമായി. ആ ആള് തന്നെ ഒരേ മുറിയിൽ ആദ്യം ഇരുന്ന കസേരയിൽ നരകത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഗുരുക്കന്മാരുടെ വചനങ്ങളിലേക്കോ ഉദാത്തമായിട്ടുള്ള ദാർശനിക കൃതികളിലൂടെയോ കാവ്യങ്ങളിലൂടെയോ കവിതയിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ആഹ്ലാദം തരുന്നതായ കാവ്യ അനുഭൂതി, അപ്പോൾ സന്തോഷത്തിന്, അപ്പോൾ സ്വർഗീയമാവും. ഇങ്ങനെ നരകതുല്യമായിട്ടുള്ളതായ ദുഃഖവും സ്വർഗതുല്യമായിട്ടുള്ളതായ സന്തോഷവും മാറി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പരമമായിട്ടുള്ളതായ സ്വത്വബോധം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈ രണ്ട് മൂല്യങ്ങളെയും അതിവർത്തിച്ചിരിക്കുന്നതാണ്. എനിക്ക് സന്തോഷവും വേണ്ട, ദുഃഖവും വേണ്ട. ആ ഒരു ദർശനമാണ് നാം ഇവിടെ ഗണപതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, വിനായകനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തരുന്നതായ അദ്വൈത അനുഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു എത്രമാത്രമായ ഉന്നതമായ ഒരു മൂല്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഒരു ദേവതയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് സ്തോത്ര രചന നടത്തി തരുന്നത്. ഇതിനെ വിട്ടുകളയാൻ പാടുള്ളതല്ല. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകുന്നു, ഈ വിഘ്നങ്ങളെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള സ്ഥലങ്ങളെല്ലാം പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വാസ്തവത്തിൽ നമ്മുടെ അറിവിൽ എവിടെയോ ചില സ്ഖലിതങ്ങൾ വീണെടുക്കുന്നു. അറിവുണ്ട്. നമ്മൾ പേരുന്ന ഏത് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താലും എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് ലൗകികമായ വിഷയമാണെങ്കിലും കൊള്ളാം, അലൗകികമായ വിഷയങ്ങളാണെങ്കിലും കൊള്ളാം, എല്ലാവർക്കും ധാരാളം അറിവുകളുണ്ട്.
ഈ അറിവുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്? അറിയേണ്ടതിന് അറിയുന്നതായ ഒരു അറിവുണ്ട്. അറിയേണ്ടതിനെ പരവുമായിട്ടും അറിയേണ്ടതായ അറിവിനെ അവിടെ തടസ്സപ്പെടുത്തിയതാരാണ്? എന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് തടസ്സപ്പെടുത്തിയതാരാണ്? ഞാൻ തന്നെയാണ്. നമ്മൾ മറ്റു പലരെയും കുറ്റപ്പെടുത്തും, ഇല്ലേ? വാസ്തവത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. എന്റെ അറിവിനെ വെർട്ടിക്കലൈസ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. എനിക്ക് നിരന്തരമായി ദുഃഖം തരുന്നതായ ഏതൊരു ഘടകങ്ങളുണ്ടോ അതെല്ലാം നിരാകരിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ഉറച്ച തീരുമാനമാണ്. ഈ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, കാരണം ഈ ലോകം എന്ന് പറയുന്ന അത്രയ്ക്ക് പ്രശ്നസങ്കലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ അറിവിന് ഒരു മേൽക്കീഴ് വ്യവസ്ഥ നിശ്ചയിച്ചാൽ അതിൽ കീഴ് വ്യവസ്ഥയിലായിരിക്കും നമ്മുടെ അറിവ് വർദ്ധിക്കുന്നത്, ബോട്ടം ലെവലിൽ, നോട്ട് ഇൻ ദ സപ്ലിമെന്റഡ് ലെവൽ. എന്തുകൊണ്ട്? നമ്മുടെ അറിവിൽ എവിടെയോ ഒരു സ്ഖലിതം സംഭവിച്ചിരിക്കുന്നു. ആ സ്ഖലിതത്തെയാണ് വേദാന്തത്തിൽ അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതിരിക്കില്ലല്ല. ഒരു അറിവിന്റെ അകത്ത് ഒരു തലതിരിവ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചിട്ട് കിട്ടുന്നതായ അറിവല്ല, പത്രം വായിച്ചിട്ട് കിട്ടുന്നതായ അറിവല്ല, നാട്ടുകാർ പറഞ്ഞ് കിട്ടുന്നതായ അറിവല്ല. ഇതെല്ലാം ഇൻഫർമേഷൻസ് മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നതായ അറിവുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് നമ്മുടെ ഈ ശ്രോത്ര എന്ന് പറയുന്നത് അത് ഭദ്രമായിരിക്കണമെന്ന് അഥർവേദം പറയും. അത് ഭദ്രമായതിനെ കേൾക്കാനുള്ളതാണ്. ഭദ്രം കർണേ വിശൃണിയാം ദേവാഃ. ഇത് വേണ്ടാത്തത് കേൾക്കാനുള്ളതല്ല, ഭദ്രമായതിനെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം യാതൊന്നും കേൾക്കുമ്പോഴാണ് നീ ഭദ്രമായി തീരുന്നത്, അതിനെ ശ്രമിക്കുവാനുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ ഒരറിവ്, നമ്മളെ ഭദ്രമാക്കുന്നതായ ഒരു അറിവ് നമുക്ക് ബോധനം തരുന്നു, നമ്മളെ ബോധനം ചെയ്യുന്നു. ആരെ? വിനയം. അങ്ങനെ വിനയിക്കുക, ബോധനം ചെയ്യുക എന്ന ഒരു പ്രക്രിയയിൽ സദാസമയവും ഉണർന്ന് ലോകരക്ഷയ്ക്കായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ കാരുണ്യമൂർത്തിയാണ് വിനായകൻ. അതിലേക്ക് നാം ഉന്മുഖമാകേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് തിരിഞ്ഞു നിന്നാലോ എത്ര കാരുണ്യം ഇവിടെ വഴിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനമില്ല. വാസ്തവത്തിൽ ആരുടെ കുഴപ്പം നമ്മുടെ തന്നെയാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്ന് തുറക്കുക, നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കുക. അതിനെന്ത് വേണം? നിരന്തരമായ ഒരു ധ്യാനപരത നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. മൂല്യവത്തായിട്ടുള്ള ഒന്നിലേക്ക് സദാസമയവും പ്രവേശിക്കത്തക്ക തരത്തിലുള്ളതായ ഒരു ജീവിതത്തിന്റെ ആയോജന പദ്ധതി ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനാണ് ഉറങ്ങാൻ കിടക്കുന്നത്? എനിക്ക് രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കാനാണ്. കാരണം എന്റെ ക്ഷീണം മാറണം, എന്റെ ശരീരത്തിന്റെ ക്ഷീണം മാറണം, ബുദ്ധിയുടെ ക്ഷീണം മാറണം. ആത്മാവിനൊരു ക്ഷീണവുമില്ല. ഉറങ്ങുന്നത് ഞാനല്ല, അത് സദാസമയം ഉണർന്നിരിക്കുന്നതാണ്. അതിന് ജാഗ്രതയുമില്ല, സ്വപ്നമില്ല, സുഷുപ്തിയുമില്ല. ഉണരുന്നത് ആരാണ്? ഈ ശരീരമാണ്. ഇല്ലെങ്കിൽ അതിന് ക്ഷീണമുണ്ടോ? അങ്ങനെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്
ലോകം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതിശ്രീ കനിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നതായ ഒരു അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. നമ്മളൊരു 3:30-4 മണി സമയത്ത് ഉണരുന്നു. ഉണർന്നു കഴിഞ്ഞിട്ട് വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുകയല്ല വേണ്ടത്. ധ്യാനത്തിനുള്ള സമയമായി. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്നിരുന്ന് ധ്യാനിക്കേണ്ടതാണ്. ധ്യാനത്തിനുള്ള സമയമായി. ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്നിരുന്ന് ധ്യാനിക്കേണ്ടതാണ്. അന്നേരം കിടന്ന് ഉറങ്ങരുത്. അങ്ങനെ സദാസമയവും നമ്മുടെ ജീവിതത്തെ മൂല്യവത്തായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഒഴുകുവാനുള്ള അവസരം ഉണ്ടാക്കുന്ന തരത്തിൽ വേണം നാം നമ്മുടെ ജീവിതത്തെ ആകവേ കാണാൻ. ഇതിനെയാണ് സാധന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീവിത വ്യാപാരങ്ങളുടെ ഇടയിൽ പോയി തെക്കിലും തിരക്കിലുമുള്ള ജീവിതം ധൃതിയാണ്. സമയമായി 6 മണിയായി, പ്രാർത്ഥിക്കേണ്ട സമയമായി. പോയി പ്രാർത്ഥിക്കുന്നു. 6:30 വരെ ടൈം നോക്കി ക്ലോസ് ചെയ്യുന്നു, പുസ്തകം അടക്കുന്നു. ഇതെല്ലാം സാപേക്ഷമായിട്ടുള്ള സാധനാ സമ്പ്രദായങ്ങളാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. മനസ്സിലിടണം. സാധാരണമായിട്ടുള്ള ലെവലിൽ നിന്ന് മനസ്സിനെ ഒരു ഉയർന്ന ലെവലിലേക്ക് തുറന്നുവിടാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥന ചെയ്യുവാനും ധ്യാനത്തിൽ പ്രവേശിക്കുവാനും. ധ്യാനം നമ്മളിലേക്ക് ഒഴുകി വരണം. ധ്യാനിക്കുകയല്ല, അവിടെ ധ്യാനിക്കുന്നവനില്ല. എപ്പോഴാണ് ധ്യാനിക്കുന്നതെന്നുള്ളത് അപ്പോൾ ധ്യാനമാകുന്നു പോകും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഇരുന്ന് കൊടുക്കുക. ഇരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. മനസ്സിന് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്നും ഉപരിപ്പിക്കുക. തന്റെ പ്രാണസ്പന്ദനത്തിൽ ശ്രദ്ധിക്കുക. തന്റെ ശ്വാസനിശ്വാസത്തെ ശ്രദ്ധിക്കുക. അതിനെ തന്നെ ധ്യാനമാക്കുക. അപ്പോൾ നമ്മുടെ മനസ്സടങ്ങും. മനസ്സടങ്ങുമ്പോൾ അവിദ്യ ഒഴിഞ്ഞു പോകും. അവിദ്യ എന്ന് പറയുന്നത് പരമമായതിനെ അറിയാതിരിക്കലാണ്. സത്യത്തെ അസത്യമായി ധരിക്കുന്നു, അസത്യത്തെ സത്യമായി ധരിക്കുന്നു. ഇതാണ് അവിദ്യ. ആത്മാവിനെ അനാത്മാവായെന്ന് ധരിക്കുന്നു, അനാത്മാവിനെ ആത്മാവായെന്ന് ധരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരറിവുകേട് നമ്മളെ സദാസമയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മായയാണ്. ഒരു കോസ്മിക് എററാണ് മായ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് ധരിക്കുന്നതാണ് മായ. പ്രപഞ്ചം ഇല്ലാത്തതാണെന്നല്ല പറഞ്ഞത്. അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ വർദ്ധിക്കുന്ന അവിദ്യയായിട്ടാണ്. ഒരു തലതിരിവ് സംഭവിക്കുന്നു. ഇതിനെ ഒന്നും മാറ്റിയെടുക്കണ്ടേ? അനന്ത മാർഗം നാം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് ആത്മവിചാരം ചെയ്ത് ആത്മാവിൽ പുലുകിയിരിക്കുവാനുള്ളതായ സാധ്യതയെ ഒരുക്കണം. ചെറുതായിട്ട് മുഴങ്ങുന്നുണ്ട്. ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഒരുപാട് കുറയ്ക്കരുത് ദേഷ്യം. അങ്ങനെ വരുമ്പോൾ അവിദ്യ ഒഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ അവിദ്യ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം അറിയും. വാസ്തവത്തിൽ ഒരു വിഘ്നങ്ങളില്ല.
വിഘ്നങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിൽ സംഭവിക്കുന്നതാണ്. എന്റെ മകൻ MBBS പാസ്സാകണമെന്ന് ഞാൻ വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. എന്റെ മകൻ എഞ്ചിനീയർ ആകണം അല്ലെങ്കിൽ എന്റെ മകൻ ശാസ്ത്രജ്ഞനാകണം എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. എന്തിനാ ഞാൻ അങ്ങനെ വിചാരിക്കണം? അവൻ എന്താണോ ആകേണ്ടത് അതായിത്തീരും എന്നുള്ള ഒരു ഉറച്ച നിലപാട് നമുക്കുണ്ടായിരുന്നാൽ മതി. നമ്മുടെ ജീവിതം എന്താണോ ആയിത്തീരേണ്ടത് അതായിത്തീരും. ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിത സന്ദർഭത്തിൽ നമ്മൾ മറ്റൊന്നായി തീരുവാനല്ല ശ്രമിക്കുന്നത്, നാം നമ്മളായി തീരുവാനാണ്. നാച്ചുറലായിട്ട് ഞാൻ എന്താണ്? സോ ബി നാച്ചുറൽ, ബി ഓർഡിനറി. നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും നാച്ചുറലാണ്. പ്രകൃതി നിയമത്തിന് അപ്പുറത്തല്ല അവർ പോകുന്നത്. പിന്നെ പ്രകൃതി രഹസ്യത്തിലേക്ക് അവർ ഉള്ളുകയും ചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഈ പ്രകൃതിയെ അതിവർത്തിക്കണം, ഈ പ്രകൃതിയാണ് മായ, അതാണ് എന്നെ കെടുത്തി കളയുന്നത്, എന്നിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എത്രമാത്രം ഒഴിവാക്കാൻ ശ്രമിക്കുന്നോ അതിന് 10 ഇരട്ടി അത് ഇവിടെ കയറി വന്നുകൊണ്ടിരിക്കും. മറിച്ച് എന്താ വേണ്ടത്? അതിനെങ്ങ് സേവിക്കുക. കാരണം യാതൊരു പ്രകൃതി നിയമമാണോ ഇവിടെ സദാസമയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ആരുടെ ഇച്ഛയാലാണോ അത് സദാസമയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, നാം അതായി തീരുക. ആ ഇച്ഛ തന്നെയാണ് എന്റെ ഇച്ഛ എന്ന് മനസ്സിലാക്കുമ്പോൾ ആകെ പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. ഒരു നദി ഒഴുകുന്നുണ്ട്, നല്ല ഒഴുകുന്നു. ആ ഒഴുകുന്നതിന്റെ കൂട്ടത്തിൽ ഒഴുകി പോകണമെന്നുള്ള സുഖല്ലേ? അതിനെതിരെ നീന്തുവാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ നീന്തുന്നവരാണ്. പകരം മാർഗമുള്ള ഗതിയോട് തന്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഒഴുക്കിന് ഒരു സുഖമാകും. ആ സുഖം കിട്ടുന്നത് നമ്മുടെ അന്തരംഗത്തെ നമ്മളൊന്ന് അതിനുവേണ്ടി ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ പലതരത്തിലുള്ളതായ വിശ്വാസങ്ങളുള്ളവരുണ്ട്. ദേവതാ സങ്കല്പങ്ങൾ, ദേവന്മാര് പ്രകീർത്തിക്കുന്നു. 33 ദേവതകളുണ്ട്. അതുപോലെ തന്നെ അതിലൊന്നാണ് ഈ ഗണപതി. ചില ആളുകള് പിതൃപൂജ ചെയ്യുന്നവരാണ്. എല്ലാവർക്കും വേണ്ട ശാന്തിയാണ്, സമാധാനം. പക്ഷേ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി പിതൃപൂജ ചെയ്യുന്നതായ ഒരു സങ്കല്പമായിരിക്കും. അതോടൊപ്പം തന്നെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. എന്തിനാണ് യജ്ഞം ചെയ്യുന്നത്? ഭൂമിയിൽ വസിക്കുന്നതായ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ, സമൃദ്ധമായി ജീവിക്കണമെങ്കിൽ ദേവന്മാരുടെ അനുഗ്രഹം നമ്മൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദേവന്മാരെ പൂജിക്കുന്നതിന് വേണ്ടി നമ്മൾ ദേവപൂജകൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി പിതൃപൂജ ചെയ്യുന്നു. വസ്തുത്തില് ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നിർണയിക്കാൻ കഴിയാത്ത മാതിരിയുള്ളതായ അനേക വിശ്വാസങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമുക്കൊരു തിരുത്തൽ വേണം. വാസ്തവത്തിൽ ഗണപതി എന്ന് പറയുന്നത് ശൈവപുത്രനാണ്. ശിവൻ എന്ന് പറയുന്നത് ഒരു അനാരി ദേവതയാണ്. കറുത്ത നിറമുള്ളവനാണ്. കരിത്തോലും പുലിത്തോലിക്കാണ് ഒതുക്കുന്നത്. ശരീരത്തിലാണെങ്കിൽ കിടക്കുന്ന പാമ്പും കരാളമായ തലയോട്ടികളും ശൂലവും ജടയും ശ്മശാനത്തില്
ഡെഡ് ബോഡി, ശവശരീരം കത്തിക്കരിഞ്ഞാൽ ഭസ്മവും ചുടല ഭസ്മം പൂശി നടക്കുന്നതായ ഒരു ദൈവിക സങ്കല്പം, ഒരു ശൈവ പാരമ്പര്യം നമുക്കുണ്ട്. അതാണ് നമ്മുടെ പശുബലി സംസ്കാരം. അത് അനാദിയാണ്. അങ്ങനെയുള്ളതായ ഒരു ശൈവ പാരമ്പര്യത്തിലുള്ളതായ ഒരു അനാദി സങ്കല്പം നമുക്കിരിക്കുന്നു. അതോടൊപ്പം തന്നെ വരുണനും രുദ്രനും മരുത്തുക്കൾ, ഇന്ദ്രൻ മുതലായ യാജ്ഞിക ദേവതകൾ, യജ്ഞം ചെയ്ത് പ്രീതിപ്പെടുത്തേണ്ടുന്നതായ ദേവത സങ്കല്പങ്ങൾ വൈദിക കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് പിന്നീട് പുരാണേതിഹാസങ്ങളിൽ കാണുന്നതായ ദേവതകളായി മാറി. ഇവിടെ രുദ്രൻ പിന്നെ ശിവനായി മാറുന്നു, പിന്നെ അവതാരങ്ങളായി മാറുന്ന പുരാണങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആകെ കൂടി കിടക്കുന്നതായ വിശ്വാസങ്ങളുടെയോ അല്ലെങ്കിൽ മതപരമായോ ഉള്ളതായ സങ്കീർണതകളിൽ കിടക്കുകയാണ്. ശിവനെ അന്വേഷിക്കുമ്പോൾ അത് കൈലാസത്തിലിരിക്കുന്ന ദേവതയാണ്. വിഷ്ണുവിനെ അന്വേഷിക്കുമ്പോൾ അത് വൈകുണ്ഠത്തിലിരിക്കുന്നു, അത് പാലാഴിയാണെന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മൾ പറയും അത് അന്തര്യാമിയാണ്, അത് സകലത്തിൽ ഇരിക്കുന്നു എന്ന് പറയും. നമ്മൾ എവിടെയാണ് ഇതിനെ അന്വേഷിക്കുന്നത്? ഇത്തരത്തിലുള്ളതായ നമ്മുടെ മതപരമായ രീതിയിൽ അല്ലെങ്കിൽ ആത്മീയമായ മണ്ഡലത്തിൽ, ചിന്തയുടെ മണ്ഡലത്തിൽ ഇങ്ങനെയുള്ളതായ തടസ്സങ്ങളുണ്ടാവും, അല്ലേ? വിഘ്നങ്ങളുണ്ടാവും. ഇതൊരു വിഘ്നമാണ്. അപ്പോ ഗണപതി ഇവിടെ ഒരു ദേവനായിട്ട് ഇരിക്കുമ്പോഴും ഒരു അനാര്യ സംസ്കൃതിയുടെ പിന്തുടർച്ചയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ നാരായണ ഗുരു ഇങ്ങനെയുള്ളതായ വിഭാഗീയ ചിന്തകളെല്ലാം സമന്വയം ചെയ്യുന്നു. ഈ സമസ്യകൾ നമുക്ക് ഇല്ലാതായി തീരണമെങ്കിൽ നിരന്തരമായ സത്യാന്വേഷണവും ജ്ഞാനപരതയും അതിന്റെ ഫലമായി ഓടിക്കൂടി വരുന്നതായ സുതാര്യമായ ഒരു അറിവ് നമുക്ക് ആവശ്യമായിട്ട്. അവിടെയാണ് ഒരു ശാന്തി ഉണ്ടാവുക. പിന്നെ നമുക്ക് എവിടെയും പോകണം തോന്നുന്നില്ല. ശബരിമല പോകണ്ട, കാശി പോകണ്ട, പ്രയാഗി പോകണ്ട, അയോധ്യ പോകണ്ട. പിന്നെ ഇരിക്കുന്നിടം തന്നെ അതായി തീരുന്നു. അത് തന്നെ കൈലാസം, അത് തന്നെ വൈകുണ്ഠം. കുണ്ഠിതമില്ലാത്ത അവസ്ഥയാണ് വൈകുണ്ഠം. എപ്പോഴും ഒരു ആത്മീയ ഉത്സവമാണ് തന്റെ ഉള്ളിൽ നടക്കുന്നതെങ്കിൽ അതാണ് കൈലാസം. കാരണം ശിവൻ നടനം ചെയ്യുന്നു, അത് തിരുനടനമാണ്. അങ്ങനെയുള്ളതായ ഒരു തിരുനടനം തന്റെ ഉള്ളിൽ സദാസമയം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഹിമാലയത്തിൽ പോകണം. ഹിമാലയത്തിൽ പോകുന്ന എന്തിനാ? സൈസിംഗാണ്. ഹിമാലയയിലെ മഞ്ഞുമലകളെല്ലാം നിഗൂഢതകളുടെ മലകളാണ്. എന്തുകൊണ്ടാണ്? ഈ അവബോധമുള്ള ഗുരുക്കന്മാർ, മിസ്റ്റിക്കുകൾ അവിടെ കൊണ്ടുവന്നുള്ളവരാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരവിടെയിരിക്കുന്നു. അവിടെയുള്ള പല ഗുരുകളിലും കാണുന്നു. അവിടെയുള്ള ചില ആശ്രമങ്ങളിൽ അങ്ങനെയുള്ള മിസ്റ്റിക്കുകളായിട്ടുള്ള ഗുരുക്കന്മാരിരിക്കുന്നു. തന്റെ ഗൂഢാവബോധ പ്രധാനമായ അറിവ് വിട്ടുനിൽക്കുന്നതായ പൂർണ്ണപ്രജ്ഞന്മാരായിരിക്കുന്ന, അറിവിൽ ഗരിമയുള്ള, ശാസ്ത്രാവബോധമുള്ള, ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതിയുള്ള ഗുരുക്കന്മാർ അവിടെ കൂടുതലുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് അവിടെ പോകാം. അത് മലകൾ കാണാൻ വേണ്ടി മാത്രമായിരിക്കരുത്. അവിടെ ഇരിക്കുന്ന ഈ ഗുരുക്കന്മാരെ കാണുവാൻ വേണ്ടിയായിരിക്കണം.
താൻ അന്വേഷിക്കുന്നതായ പരമമായ സത്യത്തിന് അല്ലെങ്കിൽ ആ സത്യത്തെ സംബന്ധിച്ചുള്ളതായ അറിവിന്റെ സുതാര്യത അതിനെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഗുരുക്കന്മാരെ കാണുമ്പോൾ, അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ മാറ്റത്തിൽ പോകേണ്ടത്. അല്ലാതെ മല കെട്ടുന്നത് ചിലര് പറയുന്നു ഈ കൊട്ടും മഞ്ഞത്ത് വന്ന് പെട്ടത് തന്നെ കഷ്ടമായി പോയി, എങ്ങനെയും രക്ഷപ്പെടണം എന്ന് പറയുന്നവരുണ്ട് അതിനകത്ത്. ഇപ്പൊ തപോവന സ്വാമികളുടെ ഹിമഗിരി വിഹാരം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചത്. അത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ഹിമാലയത്തിൽ പോകണം തോന്നും. കാരണം വളരെ വിരാഗിയായിട്ടുള്ളതായ തപോവനസ്വാമി ഹിമാലയത്തിന്റെ മഞ്ഞുമലകളിലൂടെ നഗ്നപാതനായിട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിനത് ക്ലേശമായിട്ട് തോന്നിയില്ല. അവിടെ നടക്കുമ്പോൾ ആഹാരം കിട്ടാതെ വിശന്നപ്പോൾ അദ്ദേഹത്തിന് ക്ലേശമായി തോന്നിയില്ല. അങ്ങനെ ലൗകിക വിഷയങ്ങൾ ക്ലേശിപ്പിക്കാത്ത ഒരു തപസ്വിയായിരിക്കുന്ന ഒരു സന്യാസിക്ക് ഈ യാത്രകളൊക്കെ വളരെ ആനന്ദപ്രദമായിരിക്കും, സൗന്ദര്യ അനുഭൂതി നിറഞ്ഞതായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എല്ലാം മനസ്സാണ്. മനസ്സിനെ നാം എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, വിനായക പൂജ എന്ന് പറയുന്നത് തന്റെ പരമ്പര തേടിയുള്ള ഒരു യാത്രയായിരിക്കും. അപ്പോൾ നമുക്ക് ഗണപതി ഹോമം ചെയ്യുമ്പോഴും വിഘ്നേശ്വര പൂജ ചെയ്യുമ്പോഴും തന്റെ ആധ്യാത്മികമായ അന്വേഷണത്തിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമുക്കതാവാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിനായക ചതുർത്ഥിയിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, വിനായക ചതുർത്ഥിക്ക് ഇവിടെ ഒരു ഗണപതി ഹോമവും ഭജൻസൊക്കെ ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു സാഹചര്യത്തെ ഒരുക്കാൻ, ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു സാഹചര്യത്തെ ഒരുക്കി കഴിഞ്ഞാൽ അദൃഷ്ടമായിരിക്കുന്ന സത്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കിട്ടും. ഒരു വിനായക പൂജ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗണപതി പൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ദൃഷ്ടമായിരിക്കുന്നതായ ഒരു തലത്തിലാണ് എങ്കിൽ തന്നെയും അദൃഷ്ടമായിരിക്കുന്ന പരമ്പരയിലേക്ക് നയിക്കാൻ അത് നമ്മെ സഹായിക്കും. ആ പൂജകളെല്ലാം തന്നെ കുറെ കഴിയുമ്പോൾ അത് ആത്മപൂജയായി മാറും. അതുകൊണ്ട് ഏതൊരു മംഗളകർമ്മങ്ങളുടെയും ആരംഭം കുറിക്കുന്നതിന് വിഘ്നേശ്വര പൂജ ചെയ്യുമ്പോൾ നാം ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. വൈഷ്ണവരായാലും കൊള്ളാം, ശൈവരായാലും കൊള്ളാം, ശാക്തേയരായാലും കൊള്ളാം, വിനായകനെ പൂജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏത് പൂജകളും ആത്മപൂജയായി മാറാൻ അതിൽ തന്നെയുള്ളതായ അദ്വൈത ദർശന അനുഭവം നമുക്ക് വഴികാട്ടിയായി ഭവിക്കും. ആ മനസ്സുകൊണ്ട് വേണം നാം വിനായകാഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്. നാരായണഗുരു നമുക്ക് തന്നു വിഘ്നേശ്വര പൂജ അല്ലെങ്കിൽ വിനായകാഷ്ടം എഴുതി തന്നു. ഒരു ദേവതാ പൂജയുടെ തലത്തെ സ്പർശിച്ചുകൊണ്ട്, ആ ദേവതയെ സ്തുതിച്ചുകൊണ്ട്, ആ ദേവതയോടുള്ള പ്രാർത്ഥനയായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആധ്യാത്മികമായ ഒരു തപശ്ചര്യയിലൂടെ നയിക്കുമ്പോൾ ഒരു ഏതർത്ഥത്തിലാണ് ഈ വാക്കുകളൊക്കെ ഈ വിനായക അഷ്ടകത്തിൽ ഉപയോഗിച്ചത്, ആ പൊരുളിലേക്ക് പോകുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നു. അങ്ങനെ പ്രാപ്തമാക്കുന്ന തരത്തിൽ വേണം നമുക്ക് ഇതിനെ മുന്നോട്ട് പോകുവാൻ. പലപ്പോഴും ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്,
ഞാനാണ് ഗുരു എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാഗുരുവല്ലേ, ഋഷിയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് മന്യമായി വർദ്ധിക്കുന്നതായ ഒരു ഗണപതിയെ സ്തുതിക്കുന്നു, ശിവനെ സ്തുതിക്കുന്നു, ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നു, കാളിയെ സ്തുതിക്കുന്നു? ചോദിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഗണപതി അദ്ദേഹത്തിന് അന്യമാണ്, ശിവൻ അന്യമാണ്, കാളി അന്യമാണ്. നാരായണ ഗുരുവിനൊന്നും അന്യമായിരുന്നില്ല. ഒരു വിനായകത്വം എന്ന് പറയുന്നതായ മൂല്യത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ടല്ല വിനായക ദർശനം അവതരിപ്പിക്കുന്നത്. നാരായണ ഗുരു ശിവനിൽ നിന്നും അന്യമായി ഇരുന്നുകൊണ്ടല്ല ശിവത്വം അവതരിപ്പിക്കുന്നത്. ആണോ? ഗുരുവായി ഇരുന്നുകൊണ്ട് തന്നെ, ആത്മജ്ഞാനിയായി ഇരുന്നുകൊണ്ട് തന്നെ സകലതിനെയും തന്നിൽ നിന്ന് മന്യമല്ലാതെ കണ്ടുകൊണ്ട് ജീവിക്കുവാനും സ്തുതിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്തുതിച്ചത്. വാസ്തവത്തിൽ സ്തോത്രമാണ്, സ്തുതിക്കുകയാണ്. പരമമായ ഒരു മൂല്യം ഒരു ദേവതാ സങ്കല്പത്തിൽ കാണുമ്പോൾ അതിന്റെ പരിപാലനതയും അതിന്റെ മഹത്വവും കണ്ട് സ്തുതിക്കുന്നു. പരമമായ ഒരു മൂല്യം ശിവനായി കാണുമ്പോൾ ആ പരമമായ മൂല്യം തന്നെയാണ് ശിവനായി വർത്തിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തിന് സ്തുതിക്കാനല്ലാതെ എന്താ പറയുന്നത്? പ്രാർത്ഥനയുടെ രൂപത്തിൽ കാണാം. അത് പ്രാർത്ഥനയാണ്. ലോകസംഹാരത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവദശത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ദൈവമെന്ന് പറയുന്നതായ ഒരു മൂല്യസങ്കല്പത്തെ എല്ലാ മതങ്ങളിലുള്ളവർക്കും സ്വീകരിക്കത്തക്ക തരത്തിൽ സമ്പൂർണമായി സമഗ്രമായി ഗുരു അവതരിപ്പിക്കും. എന്തുകൊണ്ടാണ്? ആത്മജ്ഞാനിക്ക് സ്തുതിക്കാനേ പറ്റൂ. അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നതുകൊണ്ടാണ്, അതിന്റെ ആശ്ചര്യപരിധി ചെയ്തുകൊണ്ടാണ് ഗുരു സ്തുതിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിനെയോടുള്ള ഇത്തരം ചോദ്യങ്ങൾ അപ്രസക്തമാണ്. ചില ആളുകൾ പറയുന്നു ഇതെല്ലാം യുവാവായിരിക്കുമ്പോൾ എഴുതിയതാണ്, പിന്നീട് സത്യദർശിയായതിനു ശേഷം ഗുരു എഴുതിയ കൃതികളെല്ലാം വളരെ പ്രൗഢഗംഭീരങ്ങളാണ്. ആത്മോപദേശ ശതകമോ ദർശനമാലയോ അല്ലെങ്കിൽ അദ്വൈത ദീപികയോ. ഞാൻ ചോദിക്കുന്നത് എന്റെ എളിയ ചോദ്യമാണ്, ഗുരുവിന്റെ മഹത്വം കാണുന്നത് നാം എവിടെ മുതലാണ്? അതിന് എന്തെങ്കിലും പരിധിയുണ്ട്? ഇന്ന കാലം തുടങ്ങി ഇന്ന കാലം വരെയെന്നോ, ഇന്ന കാലം തുടങ്ങി ഇന്ന കാലം വരെയെന്നോ പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത ഒരാവിർഭാവമാണ്. കുഞ്ഞുനാളിലെ തന്നെ ഒരു പൂർണ്ണപ്രജ്ഞനായിരിക്കുന്ന ഒരു മഹാത്മാവിന്റെ അതുപോലെ തന്നെയുള്ളതായ ചില ജീവിത ലക്ഷണങ്ങളും പ്രവൃത്തികളും എല്ലാം നാളുകൾ കണ്ടിരുന്നു. ഈ സ്തോത്ര കൃതികളിലെല്ലാം നിറഞ്ഞു ഇരിക്കുന്നതായ മിസ്റ്റിക് സ്പെൽ അത് വർണ്ണനാതീതമാണ്, നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാതെ. അതുകൊണ്ട് ഗുരുവിനെ വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളതായ വിഭാഗീയ മനസ്സ് വെച്ചുകൊണ്ട് വിലയിരുത്താൻ കഴിയുന്നതല്ല. ഗുരുവിന്റെ രചനകളെല്ലാം തന്നെ ഇതുവരെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും സ്വാംശീകരിക്കത്തക്ക തരത്തിലുള്ളതാണ്. കഴുകിയെടുക്കുക കഴിയുന്നത്. എന്തെങ്കിലും കലർപ്പുണ്ടെങ്കിൽ അതിനെ തള്ളിക്കൊള്ളുകയല്ല ചെയ്തത്, ഗുരു അതിനെ കഴുകിയെടുക്കുകയത്, ശുദ്ധീകരിച്ച് വീണ്ടും വീണ്ടും സ്ഫുടം ചെയ്യുന്നു. ഗുരു
സംഭവിച്ചിട്ടുള്ള എല്ലാ കലർപ്പുകളെയും, അറിവിന്റെ തലത്തിൽ സംഭവിച്ചിട്ടുള്ളതായ എല്ലാ കലർപ്പുകളെയും, എല്ലാ സന്നിഗ്ധതകളെയും ഗുരു ഒന്ന് കഴുകിയെടുത്തു. അതിന്റെ പോരാത്തതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഭംഗിയാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. എത്ര സമ്പൂർണമാണ്. മൂല്യമുള്ള എല്ലാ അംശങ്ങളെയും അംഗീകരിച്ച് ആദരിക്കാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നുള്ളത്. അവിടെയാണ് ഗുരു ഋഷിയായിട്ടിരിക്കുന്നത്. ഇപ്പൊ ഗുരുവിന്റെ നില എന്താണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ നിലപാട് എന്താണ്? ഗുരു എപ്പോഴും പറയും നടുനില, നടുനില, സെൻട്രലൈസിങ് ആണ്, ന്യൂട്രൽ ആണ്, അപ്പുറത്തുമല്ല ഇപ്പുറത്തുമല്ല. ഗുരുവിന്റെ സ്ഥാനം എപ്പോഴും മധ്യബിന്ദുവാണ്, കേന്ദ്രബിന്ദുവാണ്. കാരണം ഗുരുവിന്റെ അറിവ് കേന്ദ്രീകൃതമാണ്, നമ്മുടെ അറിവ് വികേന്ദ്രീകൃതമാണ്. അതാണ് പ്രശ്നം. അപ്പൊ വികേന്ദ്രീകൃതമായിരിക്കുന്നതായ അറിവിനെ കേന്ദ്രീകൃതമാക്കുക, അവ്യവസ്ഥമായിരിക്കുന്നതായ അറിവിനെ വ്യവസ്ഥയുള്ളതാക്കി തീർക്കുക. അതിനൊരു ഗുരു ആവശ്യം. അവിടെയാണ് നമ്മുടെ ഗുരുവിനെ നമ്മൾ സമീപിക്കുന്നത്. നമുക്ക് ഡിഗ്രി ഉണ്ടെന്നോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നോ PhD ഉണ്ടെന്നോ പറഞ്ഞ കാര്യമില്ല. ആ അറിവുകളിൽ നിന്നെല്ലാം കിട്ടിയ അറിവ് വികേന്ദ്രീകൃതങ്ങളായ അറിവാണ്. അപ്പൊ നമ്മളെ കേന്ദ്രീകൃതമാക്കാൻ, നമ്മളെ വ്യവസ്ഥയുള്ളതാക്കുവാൻ ഒരു ഗുരുവിനെ കഴിയും. അതുകൊണ്ട് നിലവിലുള്ള എല്ലാ മതങ്ങളെയും ഗുരു ആദരിച്ചിരുന്നു, ഗുരു സ്നേഹിച്ചിരുന്നു. എല്ലാ മതവിശ്വാസികളെയും ഗുരു തന്റെ ആത്മാവിൽ പുലുകിയിരുന്നു. എല്ലാ മതങ്ങളും ഉത്കൃഷ്ട സത്യമായാലും കൊള്ളാം, സൗന്ദര്യമായാലും കൊള്ളാം, സ്നേഹം, നന്മ, ഇതെല്ലാം ഗുരുവിന്റെ അക്ഷരങ്ങളിൽ, വാക്കുകളിൽ, വരികളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഗുരുവിന്റെ ഒരു മതമാണ്. ഗുരു അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മതം ഉണ്ടാക്കി. ഗുരുവിന് ആകെ ഒരു മതമേ ഉള്ളൂ. അത് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, ജഗതിയിൽ മതമേകം. ആ മതമേകം ആത്മസുഖം ഉണ്ടാക്കി തരുന്നതായ നിജമായ ഒരു കാഴ്ചപ്പാട്, വ്യവസ്ഥയുള്ള ഒരു കാഴ്ചപ്പാട്, അവിടെ ഗുരു നമ്മളെ തന്നെ. ആത്മാനുഭൂതിയുടെ തലമാണ് ഗുരുവിന്റെ മതം. ഗുരുവിന്റെ മതം അദ്വൈത മതമാണ്. അത് തരുന്ന അറിവിന്റെ സുവിശേഷത്വമാണ്. ഭഗവത്ഗീതയിലും കാണാം, നിശ്ചിതം മതമുത്തമം. നിശ്ചലമായിരിക്കുന്നത് അത് മതം. അപ്പോൾ അനിശ്ചിതത്വത്തിലിരിക്കുന്നതായ ഒരാൾക്ക് നിശ്ചിതമായിട്ടുള്ള മതം ഉണ്ടാവാൻ സാധ്യതയില്ല. നിശ്ചലമായിട്ടുള്ള മതബോധമില്ലാത്തവൻ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുകയും അന്ധവിശ്വാസങ്ങളിൽ പെടുകയും മതങ്ങൾ തമ്മിൽ കലഹിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യും. അതാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. മതസാരം അറിയുന്നില്ല, മതത്തെ സംബന്ധിച്ചുള്ളതായ സുനിശ്ചിതമായിട്ടുള്ള നിലപാടില്ല. അങ്ങനെ നിലപാടില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വെറും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പെട്ട് മതങ്ങൾ തമ്മിൽ കലഹിക്കുവാൻ ഇടവരുത്തുന്നതായ വാഗ്വാദങ്ങൾ നടത്തി, തർക്കങ്ങൾ നടത്തി, രക്തച്ചൊരിച്ചിലുകൾ വരെയും ഉണ്ടാവും. യാതൊരു മതമാണ് ശാന്തി സമാധാനം തരേണ്ടത്, അത് തരാതെ അത് അധപ്പതിക്കുന്നതിന്റെ കാരണം എന്ത്? അത് കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണ്, മത നേതാക്കന്മാരുടെ കുഴപ്പമാണ്. ആത്യന്തികമായിട്ടും എന്താണ് വേണ്ടത്? മതം കൊണ്ടുണ്ടാകുന്ന ശാന്തിയാണ്, സമാധാനമാണ്. അത് പരമമായ സത്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുക കെൽപ്പുള്ളതായിരിക്കണം. അത്തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഈ മനോഭാവം തന്നെയാണ്
ഗുരുവിനുണ്ടായിരുന്നതെന്ന് അടിവരയിൽ നമുക്ക് പറയാൻ കഴിയും. ഗുരുവിന്റെ കൃതികളിലൂടെ അത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഗുരു ആരുടെയും വിശ്വാസത്തെ ഹനിച്ചിട്ടില്ല. പക്ഷെ തിരുത്തലുകൾ നൽകിയിട്ടുണ്ട്. തിരുത്തുമ്പോൾ വേദനിക്കുന്നുവെങ്കിൽ ആ വേദന ആവശ്യമാണ്. പക്ഷേ ഗുരു അവരെ കൈപിടിച്ചു കൊടുത്തത് വലിയ തലത്തിലേക്കാണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഉണ്ടാക്കുകയോ അത് കൊടുക്കുകയോ കുടിക്കുകയോ ചെയ്തതെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വേദന ആവശ്യം. കാരണം ഒരു തിരുത്തലിന് വേണ്ടിയിട്ടാണ്. അവരെ ഒരു കൈപിടിച്ചു കൊടുത്ത് വേറൊരു ഉയർന്ന മണ്ഡലത്തിലേക്കാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ ഇടപെടലുകൾ ഒരുപക്ഷെ ചില സമയത്ത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് വേദന തോന്നിയിട്ടുണ്ടാകുമായിരിക്കാം. എന്നാൽ നമുക്ക് ഗുരു വിഭാവനം ചെയ്തത് വലിയ ലോകമാണ്, വലിയൊരു സത്യദർശനത്തിന്റെ തലമാണ് എന്ന് മനസ്സിലാക്കിയാലും ആ അർത്ഥത്തിൽ നമുക്ക് പറയാം, ഗുരു ആരെയും ഹനിച്ചിട്ടില്ല. ഗുരു നമുക്ക് തന്നത് ഒരു വലിയ ലോകമാണ്. നമ്മുടെ ജീവിതത്തെ ഗുരു ഉദാഹരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ഗുരുവിന്റെ ജീവിതവും ജീവിത ദർശനവും ഓരോ കൃതികളും നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വേറൊരു തലത്തിലേക്ക് നമ്മൾ വളർന്നു പോവുക തന്നെ ചെയ്യും. അതാണ് ഇത് ഉദ്ദേശിച്ചുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിനായക സങ്കല്പം വെച്ചുകൊണ്ട് ഒരു വിഗ്രഹ പൂജയല്ല ഗുരു ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ വിഗ്രഹങ്ങളില്ലേ ഉണ്ട്. കാരണം ഒരു സമയത്ത് നമ്മുടെ ഈ സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ കലുഷമായിരുന്നു. ഇപ്പോഴും വേറൊരു തരത്തിൽ കാലുഷ്യങ്ങളുണ്ട്. കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകുവാനോ ക്ഷേത്രാരാധന നടത്തുവാനോ സാധിക്കാത്ത, എല്ലാവർക്കും സാധിക്കാത്ത സാധാരണ ജനതകൾക്ക് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയാതിരുന്ന സമയത്ത് ഗുരു അവർക്ക് പൂജിക്കുന്നതിന് വേണ്ടി, അവർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി വിഘ്നേശ്വരനെ വെച്ച് തന്നു. ഈ അദ്വൈതദർശനമുണ്ട്. കോലതീരം എന്ന് പറയുന്ന സ്ഥലത്ത് കോലതീര സ്ഥലം എഴുതിയിട്ടുണ്ട്. ഗുരു അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു തന്നു. ഏറ്റവും തുടക്കം കുറിച്ച് ഓരോ പദത്താണ് മണ്ണന്തലയിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു തന്നു. ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലും മനുഷ്യ ജീവിതത്തിന്റെ വിശ്വാസങ്ങളെയും ആരാധന സമ്പ്രദായങ്ങളെയും ഉദാഹരീകരിക്കത്തക്ക തരത്തിൽ ഗുരു ദേവതാ പ്രതിഷ്ഠകൾ ചെയ്തു തരികയും അത് അവിടെ കൊണ്ട് അവസാനിക്കാതെ തന്റെ ജീവിതത്തെ പരമമായ ഒരു മൂല്യത്തിലേക്ക് നയിക്കത്തക്ക തരത്തിൽ ചില ദേവതാ സ്തുതികൾ എഴുതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഗുരു പറയുകയുണ്ടായി, ഈ ദേവാലയങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ സരസ്വതി ക്ഷേത്രങ്ങളായി തീരണം. ഗുരു ഇതെല്ലാം ചെയ്യുമ്പോൾ ആത്യന്തികമായിട്ടും ഗുരു ഉദ്ദേശിച്ചിട്ടുള്ളത് അറിവിന്റെ പൂർത്തീകരണമാണ്, അറിവിന്റെ പൂർണ്ണതയാണ്. ആ അറിവ് സുതാര്യമായിരിക്കണം എന്ന് ഗുരു നിഷ്കർഷിച്ചിരുന്നു. കാരണം അറിവ് കൊണ്ടേ ഇതിന് വളരാൻ കഴിയൂ, വിദ്യ കൊണ്ടേ ഇതിന് പ്രബോധനം കഴിയൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗുരു നമുക്ക് വിഗ്രഹങ്ങളെ വെച്ചു തന്നു. ചില ഈ മതത്തിൽ അല്ലെങ്കിൽ പൊതുവെ ഹിന്ദു മതത്തിലുള്ളവർ പോലും വലിയ വലിയ സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുന്നവർ പോലും
ശ്രീനാരായണ ഗുരുദേവൻ വലിയ അപകടങ്ങളാണ് ചെയ്തത് എന്ന് ഈ ചെവികൊണ്ട് കേട്ടിട്ടുണ്ട്. എന്താണ്? കല്ലിനെ പൂജിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിരിക്കുന്നു. ചില ധ്യാനം ശീലിക്കുന്നവരാണ്, അവർക്ക് യാതൊരു ഉപാധികളുമില്ലാതെ ധ്യാനം ശീലിക്കാൻ കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ധ്യാന സമ്പ്രദായം പരിശീലിപ്പിക്കുന്നവർ, അവരുടെ ചില ആചാര്യന്മാര്, വിഗ്രഹബദ്ധകരായിട്ടുള്ള ചില ആചാര്യന്മാര് നാരായണ ഗുരുവിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നാരായണ ഗുരു അതിന് കൃത്യമായ മറുപടികൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിഗ്രഹ ആരാധനയെ ഗുരു എതിർത്തില്ല. കാരണം നിലവിൽ അവരുടെ ഉള്ളിൽ ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ സപ്ലിമെന്റ് ചെയ്യാണ് ഗുരു ചെയ്തത്. അപ്പോൾ തസ്ഥാനത്ത് ഒരു വിഗ്രഹം വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. താമസിക മൂർത്തിയുടെ വിഗ്രഹം മാറ്റിയിട്ട് സാത്വിക മൂർത്തിയുടെ വിഗ്രഹം ഗുരു വെച്ചു കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി? സാത്വികമായിട്ടുള്ള ഭാവം അനുകരുന്നു. തന്റെ ജീവിതത്തിൽ തപസ്സിൽ നിന്നും രജസിലേക്കും രജസിൽ നിന്നും സത്വഗുണത്തിലേക്കും പ്രവേശിപ്പിക്കത്തക്ക തരത്തിൽ വളർത്തിയെടുക്കുവാൻ ഒരു ഇത്തരം ദേവതാ സങ്കല്പങ്ങളെ വേണ്ടവണ്ണം ഊട്ടിയുറപ്പിച്ചു എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ട് ഗുരുവിനോട് ചോദിച്ചു, അങ്ങിപ്പം ഈ കല്ലുകളെ പൂജിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുകയാണല്ലോ. ഗുരു ഒരു പ്രദക്ഷിണം നടത്തി അവിടുന്ന് ഗുരുമക്കളെയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു. ആ ദേവതയെ പൂജിക്കുവാനുള്ള ദേവതാസ്തുതി പറഞ്ഞു കൊടുക്കുന്നു. ഗുരുവിനെ തന്റെ ഉള്ളിൽ അതൊന്നും ചുമന്നുകൊണ്ടൊന്നും നടക്കുന്നില്ല. പക്ഷെ പറയുന്ന ആളോട് ഗുരു പറഞ്ഞു, അങ്ങ് ഇപ്പോഴും കല്ല് ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലോ. കാരണം അദ്ദേഹത്തിന്റെ കാലിൽ കല്ലുണ്ടായിരുന്നു. കല്ലിനെ കാണുമ്പോ നിങ്ങൾ ശിവനെ കാണില്ല, പക്ഷെ ശിവനെ കാണുമ്പോൾ നിങ്ങൾ കല്ലിനെ കാണില്ല. മനോഭാവമാണ്. അദൃശ്യമായിരിക്കുന്ന ഈശ്വരനെ പൂജിക്കാൻ ദൃശ്യമായിരിക്കുന്ന ഒരു ഉപാധി അവിടെ സാധാരണക്കാർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നു, ദേവാലയങ്ങളിൽ പോകുന്നു. ഏകദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കും ദേവാലയങ്ങൾ വേണം. എന്തുകൊണ്ട്? അത് വിഗ്രഹമാണ്, ദേവാലയ വിഗ്രഹമാണ്. ഈ പറയുന്ന ദൈവത്തെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ അത് വിഗ്രഹമാണ്, പ്രാർത്ഥന വിഗ്രഹമാണ്. വിഗ്രഹമൊന്നും വേണ്ട എങ്കിൽ മൗനിയായിട്ടിരിക്കണം, എങ്ങും പോകേണ്ടതില്ല. ദേവാലയങ്ങൾ വേണ്ട, പ്രാർത്ഥനാലയങ്ങൾ വേണ്ട, പുസ്തകങ്ങൾ വേണ്ട, അക്ഷരങ്ങൾ വേണ്ട. അക്ഷരങ്ങൾ വിഗ്രഹങ്ങളാണ്. സ്ഥൂല വിഗ്രഹങ്ങളുണ്ടാവും, സൂക്ഷ്മ വിഗ്രഹങ്ങളുണ്ടാവും. സങ്കല്പത്തിന്റെ വിഗ്രഹമാണ്. ഏകദൈവം എന്നുള്ള വിശ്വാസത്തിന്റെ വിഗ്രഹമാണ്. അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിഗ്രഹമാണ്. അത് സൂക്ഷ്മമാണ് മാത്രം, വിഗ്രഹമല്ലാതെ എന്തുള്ളത്? മനസ്സ് അത് വിഗ്രഹമാണ്. മനസ്സിലാണല്ലോ ഈ ഏകദൈവ വിശ്വാസം ഇരിക്കുന്നത്. അപ്പോ വിഗ്രഹാരാധകരെ എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിൽ വിഗ്രഹ പൂജ ചെയ്യുന്നവരാണ്. ഇവർ 33 ദേവതകളെ പൂജിക്കുമ്പോഴും ഏകമായിരിക്കുന്ന ഈശ്വരനെയാണ് പൂജിക്കുന്നത്. അതിന് പല മാർഗങ്ങളിൽ നിന്ന് മാത്രം, പല സമ്പ്രദായങ്ങളിൽ നിന്ന് മാത്രം, പല രൂപത്തിലായിരിക്കാം. ഏത് രൂപത്തിലാണെങ്കിലും കൊള്ളാം, ആത്യന്തികമായിട്ടും സത്യം ഒന്നേ ഉള്ളൂ. ഒരു സത്യത്തിന് അല്ലെങ്കിൽ ആകെയുള്ളതായ ഒരേ ഈശ്വരന് പല രൂപങ്ങളും പല ഭാവങ്ങളും കൈവരിക്കുവാൻ കഴിയും എന്ന് ഭാരതീയർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു.
അന്നുണ്ട് ഇപ്പോഴും. അതിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം സത്യം സത്യമായിട്ട് ഒന്നും ഇരിക്കില്ല. കേവല സത്യമായിട്ടല്ല, കേവല ഈശ്വരനായിട്ടല്ല ഇരിക്കുന്നത്, അത് സകലവുമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നിലും നിന്നിലും ഇരിക്കുന്ന അതേ ഈശ്വരൻ തന്നെയാണ്. കല്ലിലും തോണിലും തൊഴിലും ഇരിക്കുന്നത് അതേ ഈശ്വരൻ തന്നെയാണ്. കാതി കിടക്കുന്ന കമ്മലായാലും കൊള്ളാം, കഴുതിൽ കിടക്കുന്ന മാലയാണെങ്കിലും കൊള്ളാം, കൈകളിലുള്ള കങ്കണമായാലും കൊള്ളാം, പാദസ്വരമായാലും കൊള്ളാം, അതിലെല്ലാം പൊരുളായിരിക്കുന്നത് ഒരേ സ്വർണം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്. എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടെങ്കിലും എല്ലാത്തിന്റെയും പൊരുളായിരിക്കുന്നതായ സത്യമേകമാണ്. അതുകൊണ്ട് ഏതിനെ ഉപാസിച്ചാലും ഒന്നിനെ തന്നെയാണ് ഉപാസിക്കുന്നത് എന്ന് അറിയുവാനുള്ളതായ ഒരു ഇന്റഗ്രൽ നോളജ് ഭാരതീയർക്കുണ്ട്. അവന് വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ അതിലെല്ലാം അഭേദമായിരിക്കുന്നതായ ഒരു സത്യത്തെ ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞിരുന്നു. അനേകത്തെ കാണുമ്പോൾ അതിലുള്ള ഏകതയെ ദർശിക്കാൻ ഭാരതീയന് കഴിയുന്നു. കേവലമായിരിക്കുന്ന ഏകത്തെ അവൻ ആത്മാനുഭൂതിയായി ദർശിക്കുമ്പോൾ അത് തന്നെയാണ് അനേകമായിട്ടിരിക്കുന്നത് കാണുവാനുള്ളതായ ഒരു അവബോധം ഭാരതീയർക്കുണ്ടായിരുന്നു. ഇതിനെ മനസ്സിലാക്കാതെ വിഗ്രഹാരാധകർ എന്ന് പറഞ്ഞ് പുച്ഛിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ അവരുടെ അച്ഛനെ അവർ കാണുമ്പോൾ ആ അച്ഛന്റെ രൂപത്തിൽ തന്നെ അവർ കാണണ്ടേ? അമ്മയെ കാണുമ്പോൾ അമ്മയുടെ അതേ രൂപത്തിൽ അവർക്ക് കാണണ്ടേ? വേറൊരു അമ്മയെ വെച്ചു കൊടുത്താലോ അല്ലെങ്കിൽ അമ്മയുടെ രൂപം മാറിയാലോ ഇതെന്റെ അമ്മയല്ല. ഏത് രൂപത്തിലാണോ നമ്മൾ വിഘ്നേശ്വരനെ കാണുന്നത് അതേ രൂപത്തിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെ വെച്ചുകൊണ്ട് അതിന്റെ താത്വികമായിട്ടുള്ള മൂല്യത്തിലേക്ക് പ്രവേശിച്ച് നിരന്തരമായ ആത്മാനുസന്ധാനത്തിലൂടെ നാം എത്തിച്ചേരുന്ന സുനിശ്ചിതമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് അദൃശ്യമായിരിക്കുന്ന പരമ്പകൾ തന്നെയാണ്. അതിന് രൂപങ്ങളില്ല, ഭാവങ്ങളില്ല. ഇത് ഭാരതീയർക്ക് അറിയാൻ പാടില്ല എന്ന് ആരും കരുതരുത്. നാരായണ ഗുരുവിന് അറിയാൻ പാടില്ല എന്ന് ആരും കരുതരുത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ പറയുന്നവരാണ് വിട്ടികൾ എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. ഒരു സയന്റിസ്റ്റ് അദ്ദേഹം തന്റെ ലബോറട്ടറിയിൽ ഇരുന്ന് ഓരോ ഫിസിക്കൽ ഒബ്ജക്റ്റിനെയും പരീക്ഷണം ചെയ്യുമ്പോൾ അതിന് മനസ്സിലാക്കി വന്നിട്ട് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്ക് ചെന്ന് അതിന്റെ അപാര തലത്തിലേക്ക് ചെന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതായ അദൃശ്യതയെ ചില കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് വിലയിരുത്തുമ്പോൾ അവരെത്തിച്ചേരുന്ന ഒരു തലമുണ്ട്. പക്ഷേ ആ പരീക്ഷണശാലയിൽ നിന്നും ഇറങ്ങി തന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്റെ ഭാര്യയെ കാണുമ്പോഴും തന്റെ മകനെ കാണുമ്പോഴും അവരെ ആലിംഗനം ചെയ്യുമ്പോഴും ഒക്കെ അത് അണുവായിട്ടല്ല കാണും. അത് തന്റെ മകനായിട്ട് കാണും, അത് തന്റെ ഭാര്യയായിട്ടാണ് കാണും. ഇതൊക്കെ ഒരു കെമിക്കലാഷനാണ്, ഇതൊക്കെ ഒരു എനർജിയാണ്. ആണെന്നേ അല്ലെന്നായിരിക്കും പറയും. അപ്പോൾ ഇത് ഓരോന്നും ഇരിക്കുന്ന ഓരോ സന്ദർഭങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സന്ദർഭങ്ങളിൽ വെച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ കഴിയും. അതാണ് ഇന്റഗ്രേറ്റഡ് നോളജ്. അതിനാണ് സമന്വയ ദർശനം എന്ന് പറയുന്നത്. ഒരു ഈ അർത്ഥത്തിലാണ് സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കുവാൻ അല്ലെങ്കിൽ എത്തിപ്പെടാൻ കഴിയുന്ന തരത്തിൽ വേണ്ടമെന്നുള്ള സമ്പ്രദായങ്ങളെ ഗുരു പരിചയപ്പെടുത്തിയത്. ഇവിടെ ഒരു ഗണപതിയെ സ്തുതിക്കുന്നു, സുബ്രഹ്മണ്യനെ സ്തുതിക്കുന്നു, വിഷ്ണുവിനെ സ്തുതിക്കുന്നു. ഇതൊന്നും വേറെ വരെയും കണ്ടുകൊണ്ടല്ല. ഓരോ കഴിവിന്റെ ഭിന്ന ഭാവങ്ങൾ
അത് നാം മനസ്സിലാക്കണം. ഇനി വിമർശിക്കുന്നവർക്ക് വേറെ ഒന്നും പറയുമോ? ഓരോ രൂപകൽപ്പനയും കൂടാതെ വിനായകനിലിരിക്കുന്നതായ ദേവത്വത്തെ കണ്ട ഋഷി, ശിവൻ എന്ന് പറയുന്ന ദേവതയിൽ കണ്ട ശുദ്ധത്തെ കണ്ട ഋഷി ഒരു രൂപകൽപ്പനയും ഇല്ലാതെ ദൈവദേശികം എന്നുള്ള കൃതി നമുക്ക് രചിച്ചു തന്നില്ലേ? അവിടെ ആ ദൈവത്തിന് കൊടുക്കുന്ന രൂപമാണ്. അത് അറിവായി കാണും. പരമമായ അറിവാണ്, പരമമായ പ്രകാശമാണ്. ശരിക്കും പറഞ്ഞാൽ തികഞ്ഞ അദ്വൈതിയായിരുന്നുകൊണ്ട് തന്നെ ഗുരുവിന് സ്തുതിഗീതങ്ങൾ ചൊല്ലാനും പാടാനും എഴുതാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഗുരു മാത്രമല്ല, ശങ്കരാചാര്യ സ്വാമിയുടെ എടുത്തു കഴിഞ്ഞാലും, രാമാനുജാചാര്യരുടെ എടുത്തു കഴിഞ്ഞാലും, മധ്വാചാര്യരുടെ എടുത്തു കഴിഞ്ഞാലും, വേണ്ട തമിഴ്നാട്ടിലെ ശൈവസിദ്ധന്മാരെടുത്താലും ശിവനെ സ്തുതിച്ചുകൊണ്ട് ശൈവസിദ്ധന്മാര് പാടലുകൾ എഴുതി. അവരിങ്ങനെ പാടിക്കൊണ്ട് നൃത്തം ചെയ്യും. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള പാടലുകൾ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ ആനന്ദ നടനം ചെയ്യുന്നതാണ്. നാരായണഗുരു അതേപോലൊരു സിദ്ധനാണ്. ശിവസ്തുതികൾ എഴുതി, പതിയങ്ങൾ എഴുതി, പാടലുകൾ കുടലിനെ പണ്ട് ആത്യന്തികമായ നേട്ടം ജീവിതം ഒരു തിരുനടനമായി മാറണം, ആഘോഷിക്കണം. സ്പിരിച്വൽ സെലിബ്രേഷൻ. ശ്രീകൃഷ്ണ എപ്പോഴും ഡാൻസ് ചെയ്തിട്ട് എപ്പോഴും സന്തോഷമാണ്, ആനന്ദമാണ്, ആനന്ദ നടനമാണ്. ഗുരുവിന്റെ ഏത് സന്ദർഭം എടുത്താലും അതെല്ലാം ആത്മാനുഭൂതി സമ്പന്നമാണ്, ഭക്തിരസം തുളുമ്പുന്നതാണ്. നമ്മൾ രാവിലെ വിനായകാർത്ഥം ചെല്ലുന്ന സമയത്ത് നമുക്ക് അർത്ഥവും അങ്ങനെ ആ സമയത്ത് അങ്ങനെ ബോധ്യപ്പെട്ടില്ല എങ്കിലും അത് തരുന്ന അനുഭൂതിയുണ്ട്, അത് തരുന്ന സുഖമുണ്ട്. അത്തരം ഗുരു വാക്കുകൾ വികസിച്ചിട്ടുള്ളത്. അതാണ് ഗുരുവിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോഴും പറയുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും നമ്മൾ തീരുമാനിക്കേണ്ടത് ഗുരുവിന്റെ ഈ വാക്കുകളെ, ഈ കൃതികളെ മനസ്സിലെത്തി പിടിക്കുക, അതിന്റെ അവബോധത്തിലേക്ക് പ്രവേശിക്കണം. നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവാന്തരീയമായിരിക്കുന്നതായ ഒരു ആശ്ചര്യകരത എന്നതാണ്, ഒരു ആശ്ചര്യ അനുഭവമാണ്. അത് നിശ്ചയിച്ചില്ല. അഗ്നിസ്ഫുല്യങ്ങൾ ഉണ്ടാവില്ല. അഗ്നിയിൽ നിന്നും സ്ഫുല്യങ്ങൾ ഉണ്ടാകുന്ന പോലെ ഒരുപക്ഷെ പരമമായ അറിവിൽ ഗുരുവിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതായ ആ അഗ്നി, ആ അറിവാകുന്ന അഗ്നി, അതിൽ നിന്നും ഇങ്ങനെ ചെറിയ പുറത്തേക്ക് വരുന്നതായ അഗ്നിസ്ഫുല്യങ്ങളാണ് ഈ ഓരോ വാക്കുകൾ. അല്ലെന്ന് പറയാൻ കാരണം ആ വാക്ക് തരുന്ന അർത്ഥം, ആ അർത്ഥം തരുന്ന അറിവ്, ആ അറിവ് തരുന്ന പരബോധം, ആ പരമാവായിരിക്കുന്ന അറിവിന്റെ അഗ്നിയിൽ നിന്നുണ്ടായിരുന്ന സ്ഫുല്ലിംഗങ്ങളായതുകൊണ്ട് അതിനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത് അനുപമമാണ്. എന്താണ് അനുപമം എന്ന് പറഞ്ഞാൽ? തുല്യതയില്ലാത്തതാണ്. മറ്റൊന്നും ഇതിനോട് തുല്യമാക്കാൻ കഴിയുന്നില്ല. തുല്യതയില്ല. മറ്റൊന്നിനെ അതിനോട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത് അതിന്മേൽ വർദ്ധിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു ഭാഷ ഉപയോഗിക്കുന്നു. ഗുരുവിന്റെ ഭാഷ, ആ ഭാഷയുടെ ഭാഷ സാഹിത്യ സംഭാവന, അത് വൈദികമാണ്.
അത് അറിവിനെ സംബന്ധിക്കുന്നതാണ്. കാരണം ഗുരു അറിവിൽ നിന്നും വിട്ടിട്ട് ഒന്നും പറയുന്നില്ല. അറിവിനോട് ചേർത്ത് വെച്ച് അറിവിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അറിവിന്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി ഗുരു കഴിഞ്ഞിട്ടുള്ളൂ. അത് അമൃതമാണ്. നമ്മുടെ വൈകാരികമായ ഭാവത്തിൽ സ്പർശിക്കുന്നുണ്ടാവും. ആ വൈകാരിക ഭാവം എന്ന് പറയുന്നത് ലൗകികമായ വൈകാരിക ഭാവമല്ല, അലൗകികമായ ഭക്തിയുടെ ഒരു വൈകാരികത. അത് ആനന്ദാനുഭവം തരുന്നതാണ്, ആനന്ദാനുഭൂതി ജന്യമാണ്. നമ്മളെ ഒറ്റയ്ക്കിരുന്ന് മനസ്സിലെത്തി അതിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവും വേണ്ട. ഹൃദയം നനയുമെങ്കിൽ അത് അനുഭൂതികളാണ്. അങ്ങനെയുള്ളതായ ഒരു അത്ഭുതത്തിന്റെ പൂർണ്ണത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ബുദ്ധിക്ക് ഉറങ്ങിത്തരാത്തതായ ഒരാശ്ചര്യപരം നമുക്ക് എപ്പോൾ തരുന്നുവോ അതാണ് അത്ഭുതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അത് ജീവിതത്തിന്റെ സമ്പൂർണ്ണതയാണ്. അത് നമുക്ക് ദർശിക്കാൻ കഴിയും. അതിനെ ഗുരു ഒഴുക്കൻ മറ്റോടുകൂടിയല്ല പറഞ്ഞിട്ടുള്ളത്. ഏത് കാലത്തിലും പ്രസക്തമായിരിക്കുന്നത്. ഇത് ഗുരു എഴുതിയത് 150-200 വർഷം മുമ്പാണെങ്കിൽ ഇന്നത് പ്രസക്തമായിരിക്കുന്നു. ഇനി 5000 വർഷം കഴിഞ്ഞാൽ പ്രസക്തമായിരിക്കും. ഭഗവത്ഗീത 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഇന്ന് പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ട്? ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് ഗുരുവിന്റെ രചനകൾക്ക് ശാസ്ത്രസമ്മതി ഉണ്ടെന്നാണ്. എന്താണ് ശാസ്ത്രസമ്മതി? മോഡേൺ സയൻസിന്റെ സമ്മതിയല്ല. ആധുനിക ശാസ്ത്രത്തിനെയാണ് ശാസ്ത്രമെന്ന് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത്. അതും ശാസ്ത്രമാണ് അല്ലെന്നല്ല. എന്നാൽ ഇതെന്താണ്? ഇവിടെ ശാസ്ത്രം ഉദ്ദേശിച്ചത് ഗുരു മുന്നോട്ട് വെച്ചതായ ഈ ഗരിമയുള്ള വാക്കുകൾ അത് സ്വയം സിദ്ധമാണ്, സ്വയം പ്രമാണികമാണ്. അത് പരമായ സത്യത്തെ സംബന്ധിച്ചുള്ളതാണ്. അത് എന്നും ശാസ്ത്രയുക്തമായിരിക്കും. കാരണം അത് കാലാതീതമായ സത്യദർശനത്തിന്റെ വാക്കുകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ശാസ്ത്രസമ്മതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. പരമമായ അറിവ് മാത്രമാണ് സുരക്ഷിതത്വം തരുന്നത്. ആ സുരക്ഷിതത്വം തരുന്നത് ഏതോ അതാണ് ശാസ്ത്രം. വെറും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ പരമമായ സത്യത്തെ ആനുഭൂതികമായ ആ ഏകത്വ ബോധത്തോടു കൂടി ഗുരു അത് പാടിയിരിക്കുന്നു. അതിന്റെ മഹിമ നാം അറിയുന്നത് നിരന്തരമായ അനുസന്ധാനത്തിലൂടെയാണ്. നമ്മുടെ ഇപ്പോഴുള്ള ഈ ജീവിതത്തിന്റെ തലത്തിൽ നിന്നും ഒരു ചെറിയ ഡിസ്റ്റൻസ് ടു ലിഫ്റ്റ് up. We should feel that. അത് നമുക്ക് സ്പർശിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഗതമായി വരുന്നതായ എല്ലാ അനുപ്രസ്ഥ മണ്ഡലങ്ങളിലും ഉള്ളതായ സ്ഖലിതങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കുന്നു. നമ്മളിത്തിരി ഉയർന്നു നിന്നാൽ മതി. ഉയർന്നു നിൽക്കാൻ ഗുരുവിന്റെ വാക്കുകൾക്ക് മാത്രമേ നമുക്കതിനുള്ള ശക്തി പകരുവാൻ കഴിയൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മഹിമ അറിയുന്നോ, ഈ മഹത്വം അറിയുന്നോ, അതിനായ ആ മഹാഗുരുവിന്റെ മുമ്പിൽ നമുക്ക് പ്രണമിക്കുവാൻ മാത്രമേ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ അത് അനുപമിതമാണ്. എന്തുകൊണ്ടെന്നാൽ അത് അനുപമിതമാണ്. എന്താണ് അനുപമിതം എന്ന് പറഞ്ഞാൽ? അത് അത്യന്തം ഉത്കൃഷ്ടമാണ്. അത് നമ്മളെ ഉത്കൃഷ്ടമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മേലോട്ടാണ്, കീഴോട്ടല്ല, മേലോട്ടാണ്. ജീവിതത്തെ മേലോട്ട് ഉയർത്തുകയാണ്. അങ്ങനെ മേലോട്ട് ഉയർത്തത്തക്ക തരത്തിൽ ഒരു വാക്കുകളെ വിന്യസിച്ചിരിക്കുന്നു. ആ വാക്കുകൾ പരമമായ സത്യത്തെ ഉൾക്കൊള്ളും. നമ്മുടെ ജീവിതവും
ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള ഗതീയത ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഈ വാക്കുകൾ മന്ത്രമാണ്. അത് നമ്മളെ ത്രാണനം ചെയ്യുവാൻ കെൽപ്പുള്ളതാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ